എന്റെ കയ്യിൽ കുറച്ച് സാധനം നിന്റെ അണ്ണാക്കിലുണ്ട്. സത്യത്തിനും ധർമ്മത്തിനും ഞാൻ കാരണം നേരത്തെ 18 വർഷം മുമ്പ് എനിക്കിഷ്ടം പോലെ നടന്നതാണ്. ഒരുപാട് കൂട്ടുകെട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ കൂടെ PR വർക്കുകളോ ഗുണ്ടകളോ ബൗൺസേഴ്സോ ഒന്നുമില്ല. അതാ നോക്ക്, ഞാനും ഈ കാണുന്ന ദൈവികമായ വഴികൾ മാത്രം ആ ലെവലിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് വളരാനും ഒറ്റയ്ക്ക് ഉയർന്നു കയറി വരാനും ഒറ്റയ്ക്ക് ജീവിക്കാനും നമ്മൾ സ്വയം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൂട്ടുകെട്ടിൻ്റെ ആവശ്യമില്ല. പിന്നെ നല്ല കൂട്ടുകെട്ട് കിട്ടിയാൽ നന്നായിട്ട് വിജയിക്കാം. അല്ലാതെ 50 ലക്ഷത്തിൻ്റെ പേരും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് ഇമേജുകൾ ഉണ്ടാക്കിയാൽ ഈ പാവം മത്സരാർത്ഥികളിൽ കുറേ പേര് അറിയുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് പിന്നെ ഒരിക്കലും എന്തുണ്ടാവില്ല, മഹത്വം ഉണ്ടാവില്ല. നിങ്ങൾ എന്നോട് ചോദിക്കുന്ന കണക്ക് ഞാൻ 2 പേരെ പറയാം, അവരോടൊന്ന് പോയി ചോദിക്കും. മുൻ വിജയിയായിട്ടുള്ള മണിക്കുട്ടൻ്റെ അടുത്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് ചെല്ലും. അതുപോലെ ദിൽഷ പ്രസന്നൻ എന്ന് പറയുന്ന കിരീടം ചൂടിയ പെൺകുട്ടിയുടെ അടുത്തും ചെല്ലും. അവരെന്ത് ഉത്തരം പറയുമെന്ന് അറിയും. സാർ ബിഗ് ബോസിൽ പോയപ്പം സാർ ഈ 50 ലക്ഷം ആഗ്രഹിച്ചിരുന്നു? ഞാൻ 50 ലക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കോളേജിൽ കാലടി ശ്രീശങ്കര കോളേജിലെ പ്രിൻസിപ്പലിനോട് അധ്യാപകരോട് വിളിച്ചു നോക്ക്. UGC ശമ്പളം എന്ന് പറയുന്ന മാസം 2.5 ലക്ഷത്തിൽ പെൻഷൻ ആവേണ്ട ഞാൻ 28 വർഷക്കാലം UGC ശമ്പളം വേണ്ടാന്ന് എഴുതി കളഞ്ഞിട്ടാണ് എൻ്റെ പെറ്റമ്മയോടൊപ്പം നിൽക്കാൻ പോയത്. കാരണം അമ്മയുടെ പാദത്തിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ച് എനിക്കറിയാം. ആ കണക്ക് കൂട്ടിയാൽ 2.5-3 കോടി ഉപേക്ഷിച്ചിട്ട് പോയ എനിക്ക് ഈ ബിഗ് ബോസിന്റെ 25-28 ലക്ഷം 30 ലക്ഷം എന്തുണ്ടാക്കാനാണ്? സാർ പിന്നെ എന്തിന്റെ പണം എന്നെ ഒരിക്കലും സ്വാധീനിച്ചു. സാർ എന്തിന്റെ കെയറപ്പിലായിരുന്നു പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഇല്ല, എനിക്ക് പോലും അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഞാൻ ചാനൽ ചർച്ചകളിലൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ എന്നെക്കുറിച്ച് നെഗറ്റീവ് ഇമേജുകൾ കുറേ പേര് ധരിച്ചിരുന്നു. എനിക്കുണ്ടായ നെഗറ്റീവ് ഇമേജുകൾ മാറ്റി പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കി തരാൻ നിങ്ങൾ ആരെങ്കിലും അന്ന് ശ്രമിച്ചിരുന്നോ? ഇല്ല. ബിഗ് ബോസ് ഷോയിൽ പോയതിന് ശേഷമാണ് ലോക മലയാളികളിൽ 90% ബിഗ് ബോസ് പ്രേക്ഷകരായിട്ടുള്ളവരും ഞാൻ ആര്, ഞാൻ എന്ത്, ഞാൻ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടി എന്ന് മനസ്സിലായതും എന്നെ അവർ നെഞ്ചിലേറ്റിയതും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരാളായതും. അതിനുവേണ്ടിയാണ് ബിഗ് ബോസിൽ പോയത്. അല്ലാതെ കിരീടമോ ഫെയിമോ ഒന്നും. ബിഗ് ബോസിനകത്ത് സാറ് നിന്നപ്പം സാറിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അതിനകത്ത് കുറച്ച് വൈറലായിരുന്നു. പുറത്ത് അതിന്റെ ഔട്ടുകളും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം സാറിനെ പിന്നെ എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ആണെങ്കിൽ പെട്ടെന്ന് അതെല്ലാം സാഹചര്യങ്ങളാണ്. ഓരോ സമയത്ത് ഇപ്പോൾ എന്തുകൊണ്ടാണ് രതീഷ് ഔട്ടായി പോയത്? നല്ല മികച്ച മത്സരാർത്ഥിയായിരുന്നു സീസൺ 6 രതീഷ്. എന്താണ് സംഭവം? അത് കുറച്ച് സ്പീഡ് കൂടിപ്പോയി, കുറച്ച് ഈ ഷോയോടുള്ള അമിതമായ ആഗ്രഹം വന്നു, എന്തെങ്കിലും കഴിവുകൾ പ്രദർശിപ്പിക്കണമെന്ന് ഉള്ളിൽ നിന്ന് തോന്നി, അപ്പോൾ കൈവിട്ടുപോയി. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ബിഗ് ബോസ് ഷോയ്ക്കകത്ത് നിങ്ങൾ ഹൗസിനകത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തുറക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു എനർജി ലെവൽ കളിയുണ്ട്. അതറിയണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം. ആ ഹൗസിൽ കയറണം. സാർ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്താണെങ്കിൽ ആദ്യം മുതൽ തന്നെ നല്ലൊരു പ്ലെയർ ആയിട്ട് വന്നത് മാറിക്കൊടുക്കണ്ട. ഇവർക്ക് തന്നെ കുറെ പേർക്ക് ഷോ ഇഷ്ടമല്ല, കുറെ പേർക്ക് ഷോ ഇഷ്ടമാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ സാറ് ഗെയിം കളിച്ചതിൻ്റെ കൂട്ട് തന്നെ ആണെങ്കിൽ ജാസ്മിൻ്റെ കൂടെ നിന്നാണ് ഗബ്രി എന്ന് പറയുന്നൊരു കണ്ടസ്റ്റന്റ്. മിടുക്കനായ പയ്യനായിരുന്നു. അപ്പോഴാണെങ്കിൽ ആ പുള്ളിക്കാരനെ എഡിറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്തായിരുന്നു? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ആ പുള്ളിയെ എഡിറ്റ് ചെയ്യാനുള്ള കാരണം എനിക്കറിയില്ല. കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി അതിനെക്കുറിച്ച് ചോദ്യമില്ല. അവർ തമ്മിലുള്ള ഒരു കോംബോ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങൾ ചോദിച്ചപ്പോൾ വിജയിക്കുമ്പോഴത്തേക്കുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഇവരെ പുള്ളിക്കാരനെ പെട്ടെന്ന് തന്നെ ഈ ഒരു ലവ് സ്ട്രക്ചറിൽ നിന്ന് മാറ്റി എവിഷനിലേക്ക് കൊണ്ടുവരാനുള്ള ധാരണകളാണ്. നമുക്ക് കുറെ ധാരണകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിയായിരിക്കണം, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കണം, നമ്മൾ പറയുന്നതേ ശരിയാവും, അങ്ങനെ നിൽക്കിയാൽ ശരിയല്ല. ഒരു പൊതുബോധത്തിൽ ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ അത് ബിഗ് ബോസിന്റെ പ്രധാനമായിട്ടുള്ള താല്പര്യപ്രകാരമായിരിക്കും. അയ്യോ, അത് ഞങ്ങൾ തമ്മിൽ അളിയന്മാരും മച്ചാന്മാരും ഒന്നുമല്ല തമ്മിൽ സംസാരിച്ചിട്ട് ഇന്ന താല്പര്യം കൊണ്ടാണ് കളഞ്ഞതെന്ന്. അല്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? ബിഗ് ബോസിന് അല്ല, ഇപ്പൊ അഖിൽമാരടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ചില വ്യക്തികൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ. അത് എനിക്കറിയില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന അത്ര ന്യൂസ് ഒന്നും എൻ്റെ കിട്ടില്ല. ഞാൻ സാധാ തട്ടുകട ടീമാണ്. ജനറലി ഒരു അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉള്ളതാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ കിട്ടത്തും. ഈ അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉള്ളതായിരിക്കും. ഈ അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഞാൻ മിക്കവാറും നിന്നെ ഇടിക്കാൻ സാധ്യത. അഖിൽമാരാർ പറയുന്ന ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉള്ള ജെനുവിനായിട്ട് ആ പേര് വിട്ടു. ഞാൻ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തു. ഇനി ആ ഒരു വിഷയം ചർച്ച ചെയ്യില്ല. സഹോദര തുല്യൻ കഴിഞ്ഞ സീസണിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ഇട്ടതാണ്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂകൾ കൊടുത്താണ്. ഇനി അദ്ദേഹം ഈ സത്യങ്ങൾ തെളിയിക്കുന്നത് വരേക്കും ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്കും പറയില്ല. പോരെ, അത് നിങ്ങൾ എന്നെ കൊന്നാലും എൻ്റെ വായിന്ന്
അപ്പൊ ഇതിന് മുന്നേ ചേട്ടൻ മുളക് പൊടി കണ്ണു തേച്ചെന്ന് പറഞ്ഞൊരു ഇപ്പൊ പുറത്തായാലും എന്റെ കയ്യിൽ കുറച്ച് സാധനം തന്നാ നിന്റെ അണ്ണാക്കിലാണ്